ഹലോ വെൽക്കം ബാക്ക് ടു ലിപ്സ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ ഇന്ന് പ്രണയത്തിൻ്റെ ദിവസമാണ് അല്ലേ, നല്ല അടിപൊളി ദിവസമാണ്. എല്ലാവരും നല്ല എന്താ പറയുക, പ്രണയം ഒരുപാട് നല്ല ഓർമ്മകളും ഒക്കെ ആയിരിക്കും. നല്ല സന്തോഷമായിട്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. നമുക്കൊരുപാട് പ്രണയം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ആണെങ്കിലും നല്ല സന്തോഷിക്കുന്ന ഓർമ്മകളും ഉണ്ടാവും, സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളൊക്കെ ഉണ്ടാവും. സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മൾ മാക്സിമം കളയുക, അതൊന്നും നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് സ്പെഷ്യൽ ഡേ ആണല്ലോ. ഈ സ്പെഷ്യൽ ഡേയിൽ ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും കൂടുതലും അങ്ങനെയാണ്. എന്ത് സന്തോഷം വന്നാലും നമുക്കെപ്പോഴും ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തരട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വന്ന് സ്നേഹിക്കട്ടെ, ആരെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്നൊന്നും ചിന്തിക്കരുത്. നമ്മളുടെ സന്തോഷം നമ്മളുടെ ഉള്ളിലാണ്, നമ്മളാണത് കണ്ടെത്തേണ്ടത്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മൾ ഒരിക്കലും മടിയൊന്നും കാണിക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു നല്ലൊരു പ്രണയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലും, ഒരു പ്രണയത്തിലിരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മളുടെ സെൽഫ് കെയർ ചെയ്യണം, നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും എല്ലാറ്റിനും വേണ്ടിയിട്ടും നമ്മൾ ടൈം മാറ്റി വയ്ക്കണം. നമ്മളോട് സംസാരിക്കാൻ നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രണയം എന്ന് പറയുമ്പോൾ. ആദ്യം നമ്മളെ പ്രണയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളെ പ്രണയിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ പ്രണയിക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് നന്നായിട്ട് പ്രണയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുക. കാരണം നമ്മളുടെ സൗന്ദര്യമൊക്കെ നമ്മൾ ഓക്കെ ആണെങ്കിലല്ലേ നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്നൊരു സന്തോഷം വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതിലുപരി നമുക്ക് വേണ്ടി കൂടി ജീവിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇന്നത്തെ ഈ ഒരു വാലൻറ്റൈൻസ് ഡേയിൽ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എനിക്ക് കാണിക്കാനുള്ളത്, ഇന്ന് ഞാൻ മേടിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ പറഞ്ഞുതരാം. ഒരുപാട് കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ലിപ്സ്റ്റിക് ഇഷ്ടമില്ലാത്ത ആരുമില്ല. പക്ഷേ എനിക്ക് എസ്പെഷ്യലി ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ക്രേസാണ്. അതുപോലെ ഈ കഴിഞ്ഞ വർഷം ഞാൻ കൂടുതൽ യൂസ് ചെയ്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മളുടെ ഫേ ബ്യൂട്ടിയുടെ ലിപ് ബിപ്പാണ്. അതിൻ്റെ എല്ലാ ഷെയ്ഡും ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നല്ല നല്ല ഷെയ്ഡുകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും മാത്രമല്ല, ഈ ലിപ്സ്റ്റിക്കിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഭയങ്കര, പക്ഷേ കുറച്ച് മാറ്റാണെന്ന് മാത്രമാണ്. പക്ഷെ നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും എനിക്ക് വേണ്ടി മേടിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു. സോ ലിപ് ബിപ്പിൻ്റെ ആണ് കേട്ടോ, ഫേ ബ്യൂട്ടിയുടെ. സോ ഇതെല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ലല്ലോ നമുക്ക് ലിപ്സ്റ്റിക്ക്. ഇങ്ങനത്തെ സംഭവത്തിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മേടിച്ചത് എന്താ വെച്ചാൽ, നമ്മളുടെ ഫേസ് ഷോപ്പിൻ്റെ ഒരു ക്ലെൻസറാണ് ഞാൻ മേടിച്ചത്. ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസർ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഫേസ് ഷോപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ചായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ എല്ലാം തന്നെ ഫേസ് ഷോപ്പിൻ്റെയാണ്. അതെല്ലാം ഞാൻ നിങ്ങളോട് ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളതും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്ത് ഒരുപാട് പേര് അതെല്ലാം മേടിച്ചു, യൂസ് ചെയ്തു. ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അത്, കാരണം അത്രയും റിസൾട്ട് ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ ബ്ലിങ്കിറ്റിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളവിടെ സ്വിഗ്ഗി, സൊമാറ്റോ ഇതൊക്കെ ഉള്ളവർക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. സോ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത് 375 റുപ്പീസൊക്കെ ആയിട്ട് ചെറുതാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ വന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഒരു ഹെഡ് ബാൻഡ്, ഭയങ്കര സൂപ്പർബായിട്ടുള്ളൊരു ഹെഡ് ബാൻഡും കൂടി കിട്ടി. ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. നമുക്കിങ്ങനെയാണ് അതിൻ്റെ പാക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നൈക്കിയിലും ഉണ്ടെന്നാണ് തോന്നുന്നത്, കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതുപോലെ ചെറിയ ഒരു നമ്മളുടെ ക്ലെൻസറാണ് ഇത്, കൊറിയൻ ക്ലെൻസറാണ്. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, വീണ്ടും ഇത് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഇത് കൊറിയൻ ക്ലെൻസറാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും. സോ നമുക്കിത് ഞാൻ പറഞ്ഞ് മേടിക്കാത്ത ആൾക്കാർ കുറവാണ്, എന്നാലും ഞാൻ പറയുവാണ്, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇത് എടുത്തോളൂ കേട്ടോ. പ്രൊമോഷൻ വീഡിയോസ് ഒന്നും തന്നെ അല്ല, ഞാൻ ചെയ്യുന്നതാണ്, വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നത് റിസൾട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഞാനതുകൊണ്ട് നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങളിതെല്ലാം മേടിച്ച് യൂസ് ചെയ്യൂ എന്നൊന്നുമില്ല, പക്ഷെ നല്ലതാണെന്ന് മാത്രം. കാരണം ഫേസ് ഷോപ്പിൻ്റെ തന്നെ മോയ്സ്ചറൈസർ, അതുപോലെ ടോണർ എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇത് ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ,
നമ്മളൊരു എന്താ പറയുക, ഒരു മോട്ടിവേഷനായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതാണ് ഏതൊക്കെ രീതിയിലുള്ള സ്പെഷ്യൽ ഡേയ്സ് വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. നിങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ഗിഫ്റ്റ് തരട്ടെ എന്നും ആഗ്രഹിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കരുത്. എന്താ പറയുക, ഫസ്റ്റ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇഷ്ടമുള്ള സംഭവം എന്താണെന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് കൊടുത്ത് നോക്കൂ. കാരണം നമുക്കത് ആവശ്യമാണ്. നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയോറിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ആരെയും നമ്മൾ സ്നേഹിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് നമ്മളുടെ സന്തോഷം അതെപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. എനിക്ക് പിന്നെ കുറേ ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ടെന്ന്. എനിക്ക് അടിപൊളി ബൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു കുഞ്ഞ് ടെഡിയൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട്. നല്ല പ്ലാന്റ് ഇതെല്ലാം എനിക്ക് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഇനിയും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര അതാണ്. അപ്പം പ്രണയം, സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഓരോ നമ്മളുടെ ഗിഫ്റ്റിലൂടെയും ഒക്കെ അറിയിക്കുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാളും പ്രയോറിറ്റി നമുക്ക് വേണ്ടി എന്തെങ്കിലും ഈ ദിവസം ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് സ്ക്രൂ അതിൻ്റെ നട്ട് 2 ഷെയ്ഡാണ് ഞാൻ എപ്പോഴും കൂടുതൽ എടുക്കുക. ഇത് സ്ക്രൂ ആണ്. അപ്പോൾ ഇത് സ്ക്രൂ അല്ല, ഇത് നട്ടാണ് കേട്ടോ. ഇതിൻ്റെ ലിപ്പിപ്പിൻ്റെ ഷെയ്ഡ് നട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെടുത്തോളൂ. നല്ല കുറച്ചും കൂടെ സ്കിൻ ടോൺ, കുറച്ച് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ആർക്കാണെങ്കിലും ഇത് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഷെയ്ഡ് കാണിച്ചു തരാം. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഷെയ്ഡാണ്. ഇത് നമുക്ക് എല്ലാ സ്കിൻ ടോണിനും പോകുന്നതാണ്. ഫെയർ സ്കിൻ ടോണിനും പോകും, അതുപോലെ തന്നെ കുറച്ച് മീഡിയം ആയിട്ടുള്ളവർക്കും കുറച്ച് ഡീപ്പർ സ്കിൻ ടോണുള്ളവർക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെ എനിക്ക് വേണ്ടി മേടിക്കണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ക്ലെൻസറും കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഇത് കൊറിയൻ ക്ലെൻസറാണ്. അപ്പോൾ ഇത് കൊറിയൻ ക്ലെൻസർ ആയതുകൊണ്ട് തന്നെ സ്കിന്ന് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആവുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഭയങ്കര ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. കാരണം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എനിക്കറിയാം ഇതിനകത്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൽ കണ്ടില്ല. അപ്പോൾ ഇന്ന് ഈ പ്രണയ ദിവസം എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. നമ്മളെ പ്രണയിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പ്രണയിക്കുന്നവരുണ്ടാവും. എന്താ പറയുക, എല്ലാവരുമായിട്ട് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ. ദൈവം നമുക്കെല്ലാവർക്കും ഒരുപാട് ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ. ഒരു വിഷമവും ഇല്ലാതെ നമ്മൾ പ്രണയിക്കുന്നവർ നമ്മളെ കൊണ്ട് സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ. കാരണം അതൊക്കെ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവായിരിക്കണം, ഒരു സന്തോഷം കൊടുക്കാൻ നമുക്ക് പറ്റണം. ശരിക്കും അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ദിവസത്തിൽ നമുക്ക് ഓർക്കാനുള്ളത്. നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നല്ല ചിന്തകൾ മാത്രമായിരിക്കണം വരേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളെപ്പോഴും നന്നായിട്ടിരിക്കുക, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം കൊടുക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്യുക, നല്ലത് മാത്രം സംസാരിക്കുക, നല്ലതിനെക്കുറിച്ച് മാത്രം ഓർക്കുക. എപ്പോഴും ഈ വിഷമവും അതൊന്നും വേണ്ട. നമ്മളെപ്പോഴും എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫ് അതുപോലെ തന്നെ ആയിപ്പോവും. എപ്പോഴും സന്തോഷത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, സന്തോഷം മാത്രം വരട്ടെ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വാലൻറ്റൈൻസ് ഡേയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റ് വേണമെന്നുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഇത് നല്ല ക്ലെൻസറുമാണ്, നല്ല ലിപ്സ്റ്റിക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്തായാലും ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്തോ? നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോ? പ്രണയം എങ്ങനെ പോയി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.